അപ്പോൾ ശ്രുതി കാര്യത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാവർക്കും വെളിപ്പെടുന്നില്ലെന്നാണ് അടുത്ത് പറയുന്നത്. തം ഏതം അർത്ഥം അജാനന്ദ താർക്കികാഹ കേചിത് പണ്ഡിതം മന്യാസ്ഥ ആഗമവിദഃ ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന വികൽപ്പയന്തോ മോഹം അഗാധം ഉപയാന്തി. തം ഏതം അർത്ഥം ഇവിടെ വിശദീകരിച്ച രീതിയിലുള്ള ആത്മതത്വം. ഈ വിശദീകരണത്തിൽ നിന്ന് ഏതൊരു തരത്തിലുള്ള സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണോ ഒരാൾക്ക് ഉണ്ടാകുന്നത്, ഉണ്ടാകേണ്ടത്? അജാനന്ദ, അതില്ലാത്തവൻ, ഈ താല്പര്യത്തെ ഗ്രഹിക്കാത്തവൻ, കേൾക്കാത്ത ഗ്രഹിക്കാത്തവൻ, കേട്ടിട്ടും ഗ്രഹിക്കാത്തവൻ, രണ്ടു കൂട്ടരുണ്ട്. ചിലർ കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ചിലർ കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. താർക്കികാഹ, മോശക്കാരനല്ല, അവൻ നല്ല യുക്തിവാദിയാണ്. താർക്കികൻ നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ അഗ്രിയായ ബുദ്ധിയല്ല, വിഷയഗ്രഹണ സാമർഥ്യത്തിനുള്ള ബുദ്ധി. വിമർശനത്തിലുള്ള ബുദ്ധി, നാനാത്വത്തെ ഗ്രഹിക്കുന്നുള്ള ബുദ്ധി. താർക്കികാഹ, അങ്ങനെ താർക്കിക ബുദ്ധി കൊണ്ട് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ബുദ്ധി സാമർഥ്യം. ഈ തത്വത്തെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഗ്രഹിക്കാം, ബുദ്ധി ഉപയോഗിച്ച് തന്നെ നിഷേധിക്കാം. ഈ തത്വത്തെ ഇങ്ങനെ ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ ചിലർക്കിത് വെളിപ്പെടുന്നു. എങ്ങനെയാ ഇവിടെ വെളിപ്പെട്ടത്? സ്വന്തം ബുദ്ധി. ചിലർ ആ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഇതിനെ നിഷേധിക്കുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇതൊക്കെ അസംബന്ധമാണ്. അവരും അതിന് വേണ്ടത്ര ഇത് ഉപയോഗിക്കുന്നത് സ്വന്തം ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ഗ്രഹിക്കുന്നതിനും ഇതിനെ തന്നെ ആശ്രയിച്ചു. നിഷേധിക്കുന്നതിന് ആശ്രയിക്കുന്നവരെയാണ് താർക്കികൻ എന്ന് പറയുന്നത്, യുക്തിവാദി എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ യുക്തിയുണ്ട്, നിഷേധിക്കുന്നതിനുള്ള യുക്തിയുണ്ട്, യുക്തിയില്ലെന്ന് പറയാൻ. പക്ഷെ അവർ ഈ തത്വത്തെ ഗ്രഹിക്കുന്നില്ല. താർക്കികന്മാരുടെ വിശേഷത എന്താണ്? അവർക്ക് അവരുടെ ബുദ്ധിയിൽ നല്ല മതിപ്പായിരിക്കും. അതാണ് നമ്മുടെ കൂട്ടത്തിലും കാണും താർക്കികന്മാർ. ഈ തത്വത്തെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുക്തി കൊണ്ട് എതിർക്കും. കാരണം അവരുടെ യുക്തിയെക്കുറിച്ച് അവർക്ക് നല്ല മതിപ്പാണ്. കേൾക്കുന്നവർക്ക് മതിപ്പ് തോന്നിയില്ലെങ്കിൽ. അങ്ങനെയുള്ളവർ കേചിത് പണ്ഡിതം മന്യാസാഗമവിദഃ. ഇനി താർക്കികന്റെ കാര്യം പോട്ടെ, ഈ വേദം പഠിക്കുന്നവർ തന്നെ 5-ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് ജീവിതകാലം മുഴുവൻ വേദാധ്യയനം ചെയ്യുന്നവനെ എടുത്താലും ശരി, അവനും വ്യത്യാസമൊന്നുമില്ല. ആഗമവിദ് ആണ് പറയുന്നത്. ഈ ഒരു ബോധം ഉണ്ടാകുന്നതിന് വേദാധ്യയനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാസ്ത്ര പാണ്ഡിത്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രവണാദി സാധനങ്ങളോ ആണ് കാര്യം എന്ന് പറയാൻ വയ്യ. ഈ ബോധം ഉണ്ടാകുന്നതിന് ഇത്തരം ബാഹ്യമായ ഉപാധികളെയൊന്നും ആശ്രയിക്കാതെ ഉണ്ടാകും. സൂര്യന്റെ പ്രകാശരശ്മികൾ ഉണ്ടാകുന്നത് ബാഹ്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനാശ്രയിച്ചിട്ടും പ്രകാശം ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിൽ ഭൗമമായ പ്രകാശങ്ങളെല്ലാം അതിനാശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. അഗ്നി ഉണ്ടാകുന്നു, മറ്റുള്ളതല്ല. അങ്ങനെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ സംഭവിക്കാം. അതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ചിലരിൽ സഹജമായി തന്നെ ഈ ബോധം പ്രകാശിക്കുന്നു. നിങ്ങളത് ശയിച്ചു, ഇവർക്ക് ഇവിടുന്ന് ഈ ബോധം ഉണ്ടായി. ആരാ ഇവരെ ഗുരു? ആരാ ഇവരെ ഉപദേശിച്ചത്? എവിടെയാ ഇവർ ശ്രവണം ചെയ്തത്? അപ്പം അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന കണ്ടിട്ട്
അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയുന്നത് നല്ലതാണ്. ഇതൊന്നും കൂടാതെ തന്നെ സംഭവിക്കുക. പക്ഷെ അങ്ങനെ അറിയുന്നത് ഒരു വലിയൊരു അപകടം ചെയ്യും. കാരണം ഇവിടെ പറയുന്ന താർക്കികനും ആഗമവിത്തും ഇവരെല്ലാം വേദം ചെയ്തവരാണ്, ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തവരാണ്. ഇവർക്കൊന്നും ഈ ബോധം ഉണ്ടായില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് ബോധം ഉണ്ടാകുന്നു. അത് വളരെ വിചിത്രമാണ്. അങ്ങനെ ഉണ്ടാകുമെന്നറിഞ്ഞാൽ ഈ അറിയുന്നവന് വരാൻ പോകുന്ന ഒരു വലിയ അപകടം അതാണ്. ഇങ്ങനെ അറിഞ്ഞാൽ വരുന്നവരറിയ വലിയ അപകടമുണ്ട്. ഈ മന്ദബുദ്ധി വിചാരിക്കും എനിക്കും ഇതുപോലെ ഉണ്ടാകുന്നു ബോധം. ഇതൊന്നും കൂടാതെ. അതാണ് ഇതിൻ്റെ ഒരു അപകടം. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുമ്പോൾ എപ്പോഴും പറയും ശ്രുത്യാചാര്യാഭ്യം ആചാര്യ ആഗമാഭ്യം. അതിന്റെ പ്രാധാന്യം എപ്പോഴും എടുത്തെടുത്തെടുത്ത് പറയും. ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന വിചാരിക്കും തനിക്കും ഇതുപോലെ ഒന്നിന്റെ സഹായമില്ലാതെ ഇങ്ങനെ പ്രകാശിക്കും എന്താണ്. എല്ലാ മൂർഖന്മാരും സ്വയം കരുതും താൻ പരമയോഗ്യനാണ്. അങ്ങനെ കരുതുന്നതിനുള്ള അവകാശം ആർക്കുമുണ്ട്. അതുപോലെ തനിക്ക് സംഭവിക്കുമെന്ന് കരുതും. തിരിച്ചറിവില്ലാത്തവൻ, തിരിച്ചറിയുന്നവൻ മനസ്സിലാക്കില്ല. അപ്പോൾ തനിക്ക് തന്റെ നിലയിൽ നിന്നുകൊണ്ട് യത്നം ആവശ്യമാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. താർക്കികന്മാർ, വലിയ ബുദ്ധിമാന്മാര്, പണ്ഡിതം മന്യ ശാഗമവിധ, വേദാന്തമെല്ലാം കലക്കി കുടിച്ചവർ, എല്ലാം ശരിക്ക് ഗ്രഹിച്ചവർ. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന. ഇതെല്ലാം ചെയ്തിട്ടും, ജീവിതകാലം മുഴുവൻ വേദം പഠിച്ചിട്ടും വേദാന്തം പഠിച്ചിട്ടും ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന, ശാസ്ത്ര താല്പര്യത്തെ പരസ്പര വിരുദ്ധമായി ഗ്രഹിച്ചിരിക്കുന്നു. അതാണ് കഴുതാന്ന് പറയുന്നത്. ചുമട് താങ്ങിയെന്നും പറയും, കഴുതയെന്നും പറയാം. ഭാരത്തെ വഹിക്കുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്ന് കഴുത, അല്ലെങ്കിൽ ചുമട് താങ്ങി. പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ ശാസ്ത്രം മനുഷ്യനെ കഴുതയാക്കും, ഒരു സംശയമില്ല. പഠിച്ച് 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 തലയ്ക്കകത്ത് ഭാരം കൂടും. പഠിക്കാത്തവന് പഠിച്ചവനേക്കാൾ കൂടുതൽ വ്യക്തത വരും ബുദ്ധിക്ക്. അങ്ങനെ ചിലപ്പോൾ കാണും. പഠിക്കാതിരിക്കുന്നവന് ഒരു ഭാഗ്യമാണ്. കാരണം അത്രയും ഭാരം അവന്റെ തലയ്ക്കകത്ത് വന്നിട്ടില്ല. അങ്ങനെ വരും. അത്ര സ്വച്ഛമായിരിക്കും എന്റെ മനസ്സ്. താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ വരുന്ന കാര്യത്തെ പറയുക. ഇതിലെവിടെയുണ്ട് അപകടം, ഏത് രീതിയിലായാലും ശരി. അതുകൊണ്ടെന്താ, ഇത് ശാസ്ത്രം മനസ്സിലാക്കാതിരുന്നാൽ ഭാഗ്യമാണോ? അതല്ല. ശാസ്ത്രം മനസ്സിലാക്കാത്തവനും കഴുതതന്നെ. ശാസ്ത്രമെല്ലാം തലയിൽ കയറ്റിയാലും കഴുതതന്നെ. സ്ഥാനത്തിന് വ്യത്യാസം വരുന്നില്ല. കഴുതയാകേണ്ടവന് എങ്ങനെയായാലും കഴുത തന്നെ. പറഞ്ഞിട്ടെന്താ കാര്യം? ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാനാഹ വികൽപ്പയന്തഃ. ഈ വൈരുദ്ധ്യം മനസ്സിൽ വന്നിട്ട്, ഈ കഴുതയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, മോഹം അഗാധം ഉപയാന്തി. അഗാധമായ മോഹത്തെയാണ് കഴുതയെന്ന് പറയുന്നത്. മൂഢത. പാവം ആ ജീവിക്കാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്. അതിനും ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. കഴുതയുടെ ബുദ്ധിയെക്കുറിച്ച് എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ അഗാധമായ മോഹം എന്ന് പറയുന്നത് മനുഷ്യനിൽ തന്നെ വരുന്നത്. അത് രണ്ട് തരത്തിലായാലും ശരി, ശാസ്ത്രം പഠിച്ചാലും ശരി, പഠിച്ചില്ലെങ്കിലും ശരി. ചില വരുന്നത് ഞങ്ങളിതൊന്നും
പഠിക്കാത്തതുകൊണ്ട് ഭാഗ്യമുള്ളവരാണെന്നാണ്. ചിലർ പറയുന്നു ഞങ്ങളിതൊക്കെ പഠിച്ചതുകൊണ്ട് ഭാഗ്യമുള്ളവരാണ്. ഭാഷ്യകാരൻ പറയുന്നു അഗാധമായ മോഹത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവര് തം ഏതം അർത്ഥം ഏതോ മന്ത്ര അനു